കോട്ടയം ട്രാവൻകൂർ സിമന്റ്സിന്റെ കാക്കനാട് ഭൂമി വിൽക്കാൻ പരസ്യം നൽകിയതിൽ വിശദീകരണവുമായി ചെയർമാൻ. സുതാര്യമായാണ് വിദേശ മാധ്യമങ്ങളടക്കം പരസ്യം നൽകിയതെന്ന് ചെയർമാൻ ബാബു ജോസഫ്. നിലവിലെ സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാൻ മറ്റു വഴികളില്ലാത്തതിനാൽ ഭരണ പ്രതിപക്ഷ തൊഴിലാളി യൂണിയനുകളും നടപടിയെ സ്വാഗതം ചെയ്യുന്നു. ട്രാവൻകൂർ സിമന്റ്സിന്റെ ഉടമസ്ഥതയിലുള്ള കാക്കനാട് വാഴക്കാലയിലെ 2.79 ഏക്കർ ഭൂമി ലേലത്തിൽ വിൽക്കുന്നതിന് ദുബായ് അടക്കമുള്ള വിദേശ രാജ്യങ്ങളിൽ പരസ്യം നൽകിയിരുന്നു. ആഗോള ടെൻഡറിന്റെ ഭാഗമായിരുന്നു നടപടി. എന്നാൽ ഇതിനെതിരെ വ്യാപകമായ വിമർശനമുയർന്ന സാഹചര്യത്തിലാണ് ചെയർമാൻ ബാബു ജോസഫ് വാർത്താക്കുറിപ്പിലൂടെ വിശദീകരണം നൽകിയത്. ക്യാബിനറ്റ് തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഭൂമി വിൽക്കുന്നതിനുള്ള നടപടികൾ തുടങ്ങിയത്. വിരമിച്ച ജീവനക്കാരുടെ ആനുകൂല്യങ്ങളും നിലവിലെ ജീവനക്കാരുടെ ശമ്പള പ്രശ്നവും പരിഹരിക്കേണ്ടതിന് ഭൂമി വിൽക്കേണ്ടതുണ്ട്. വിരമിച്ച ജീവനക്കാരുടെ ഹർജിയിൽ ഭൂമി വിൽക്കാൻ ഹൈക്കോടതിയും നിർദ്ദേശം നൽകി. ആദ്യം പരസ്യം നൽകിയെങ്കിലും ഭൂമി വാങ്ങാൻ ആരും സമീപിക്കാത്തതിനാലാണ് വീണ്ടും പരസ്യം നൽകിയതെന്നും ചെയർമാൻ വിശദീകരിക്കുന്നു. നേരത്തെ തൊഴിലാളി സംഘടനകളുടെ സർവകക്ഷി യോഗം ഭൂമി വിൽക്കുന്നതിന് എതിർപ്പില്ലെന്ന് വ്യക്തമാക്കിയിരുന്നു. ഒരു ആക്ഷേപത്തിന് ഒരു അടിസ്ഥാനവുമില്ല. വളരെ കൃത്യമായ രീതിയിൽ എല്ലാ പേപ്പറുകളിലും കേരളത്തിലെ പ്രധാന മാധ്യമങ്ങളിലും അതുപോലെ തന്നെ ഗ്ലോബൽ ടെൻഡറായി വിളിച്ച് വളരെ സുതാര്യമായിട്ടാണ് ഈ കാര്യങ്ങൾ ഇതുവരെ ചെയ്തിരിക്കുന്നത്. 4 മാസമായിട്ട് ശമ്പളം പൂർണ്ണമായിട്ടും ആർക്കും ലഭിക്കുന്നില്ല. ഇവിടെ ഈ കമ്പനിയുടെ ഒരു പ്രതിസന്ധി സമയത്ത് നമ്മൾ ട്രേഡ് യൂണിയനുകൾ ഒരു സമരത്തിന് പോകുന്നത് അത് ശരിയാകത്തില്ല എന്ന ഉത്തമ ബോധ്യമുള്ളതുകൊണ്ട് മാത്രമാണ് ഇന്നിവിടെ തൊഴിലാളികൾ അല്ലെങ്കിൽ ട്രേഡ് യൂണിയൻസ് തൊഴിലാളികൾ പറഞ്ഞു നിർത്തിയിരിക്കുന്നത്. അത് എത്രക്കാലം ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു യൂണിയൻ നില ഞങ്ങൾക്കും പിടിച്ചു നിൽക്കാൻ പറ്റുന്ന അറിയത്തില്ല. തീരുമാനത്തെ അനുകൂലിക്കാനുള്ള കാരണമായി പ്രതിപക്ഷ യൂണിയനുകൾ ചൂണ്ടിക്കാണിക്കുന്ന കാര്യം ഇതാണ്. കേരളത്തിൽ ഏതെങ്കിലും ഒരു പൊതുമേഖലാ സ്ഥാപനം ഇങ്ങനെ ഒരു സംവിധാനം, ഒരു വസ്തു വിൽപ്പന അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്, ഞങ്ങളുടെ യൂണിയൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ഈ വസ്തു കച്ചവടമായ, ഈ വസ്തു സംബന്ധമായ, വിൽപ്പന സംബന്ധമായ എല്ലാ കാര്യങ്ങളിലും ഞങ്ങൾ 100% ഞങ്ങളുടെ STU, KTUCM യൂണിയനുകൾ 100% ഈ കമ്പനി മാനേജ്മെന്റിനൊപ്പവും സർക്കാരിനൊപ്പവുമാണ് എന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. ഭൂമി വിൽപ്പന പരമാവധി വേഗത്തിൽ നടന്നാൽ മാത്രമേ ഗുണകരമാകൂ. അടിസ്ഥാന വില 22 കോടിയാണെങ്കിലും 40 കോടി രൂപയെങ്കിലും ലേലത്തിലൂടെ ലഭിക്കുമെന്ന് കമ്പനി പ്രതീക്ഷിക്കുന്നു. കുടിശ്ശിക തീർത്ത് ബാക്കി തുക പ്രവർത്തന മൂലധനമാക്കാനാണ് ലക്ഷ്യം. മീഡിയ 1 കോട്ടയം.